ഹരി ഓം ജയശങ്കര. നമസ്തേ. സുഹൃത്തുക്കളായ എല്ലാ ആദിശങ്കര ഇന്റർനാഷണൽ സംഘടനയിലെ കുടുംബാംഗങ്ങൾക്കും സാദര നമസ്കാരം. മ്യൂട്ടായി പോയി. ചേച്ചി മ്യൂട്ടാണ്. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എല്ലാ വർഷവും നടത്തുന്ന കർക്കിടക മാസം അധ്യാത്മ രാമായണ പാരായണം ഈ വർഷവും ഏറെ ഭംഗിയായി നടത്തി വരികയാണല്ലോ. ഇന്ന് ഈ 5-ാം ദിനം നടത്തപ്പെടുന്നത് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ പത്തനംതിട്ട ജില്ലാ ചാപ്റ്ററാണ്. മനസ്സുകൾക്കും ഇത് ശ്രവിക്കാനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ പത്തനംതിട്ട ജില്ലാ ചാപ്റ്ററിന് വേണ്ടി ഇന്ന് ശ്രീമദ് അധ്യാത്മ രാമായണം പാരായണം ചെയ്യാനായിട്ട് ചേച്ചി മ്യൂട്ടായി പോയായിരുന്നു. മനോജ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു, അതും കേൾക്കുന്നില്ല ഇപ്പോ. ഇന്ന് രാമായണ അധ്യാത്മ പാരായണം ചെയ്യാനായിട്ട് ക്ഷണിച്ചിരിക്കുന്നത് എന്റെ ഗുരുനാഥൻ ശ്രീ സൂര്യ. അദ്ദേഹത്തിന്റെ ഒരുപാട് ശക്തിഗണങ്ങളുണ്ട്. അദ്ദേഹം ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, അതേപോലെ രാമായണ പാരായണ ക്ലാസ്, ഇപ്പം ദേവി മാഹാത്മ്യ ക്ലാസ്സുകളൊക്കെ എടുത്തു. ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള അദ്ദേഹത്തിന്റെ അപ്പം ആദ്യമായി നമുക്ക് കേക്കത്തില്ലല്ലോ സാറേ. കേക്കത്തില്ലല്ലോ സാറേ. തുടങ്ങിക്കൊണ്ട് അയോധ്യാകാന്ഡം. പക്ഷെ അപ്പോൾ അത് അദ്ദേഹത്തിന്റെ കേൾക്കുന്നില്ല. അപ്പൊ അത് വേറെ ആരെങ്കിലും ഒന്ന് വായിച്ചു തുടങ്ങട്ടെ. സാറേ ഇപ്പൊ കേക്കാം. ഗുരുസ്മരണ വേണ്ടായോ? വേണം. പക്ഷെ അപ്പോഴല്ലേ നോക്കുന്നേ, ആരാണ്? പക്ഷെ എന്റെ മ്യൂട്ട് ചെയ്തില്ല, അതുകൊണ്ടാണ് ഞാനൊന്നും പിന്നെ മിണ്ടാതിരുന്നത്. കേൾക്കുന്നുണ്ട്. അതറിയാതെ മ്യൂട്ട് ആയതായിരിക്കും. പക്ഷെ അപ്പോളെ ആരാന്ന് അറിഞ്ഞൂടാ. അതാ സരസ്വതപ്പോൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ മ്യൂട്ടാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ വായിക്കട്ടെ സാറേ. ആദ്യമായി പത്തനംതിട്ട ജില്ലാ രാമായണ കഥയാണ് നമ്മൾ ഇന്നിവിടെ സമാരംഭിക്കുന്നത്. ആരംഭിക്കുന്നതിലേക്ക് ആദ്യമായി ഗുരുസ്മരണയോടുകൂടി നമുക്ക് തുടങ്ങാം. ഗുരുവന്ദനത്തിനായി ആലപ്പുഴ ജില്ലാ ചാപ്റ്ററിന്റെ കോർഡിനേറ്റർ സരസ്വതി അന്തർജനത്തിനെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ഗഗനപതിതാം ആത്മവിദ്യോപദേശൈ ത്രാതും ലോകാ
ഭവതവ ശിഖാ പാപപാപാസ്യമാനാ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പദന്തി ശംഭോർമൂർത്തിർ ചരതി ഭുവനേ ശങ്കരാചാര്യ രൂപാ സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാ അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പരാ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ പൂർവം രാമതപോവനാതിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി മർദ്ദനം രാവണ കുംഭകർണ നിധനം സമ്പൂർണ്ണ രാമായണം കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം ജയ ശ്രീറാം ജയ ഹനുമാൻ ജയ ശ്രീറാം ജയ ഹനുമാൻ ജയ ശ്രീറാം ജയ ഹനുമാൻ ജയ് ശങ്കര. വളരെ സന്തോഷം ചേച്ചി. അടുത്തതായിട്ട് ഇന്നത്തെ ഈ പരിപാടി രാമായണക്കാറ്റെന്ന ഭക്തി നിർഭരമായ പാരായണം ചെയ്യുന്നതിലേക്ക് പത്തനംതിട്ട ജില്ലാ കോർഡിനേറ്റർ മനോജിയെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. മനോജി. ഹലോ, ചോറ്റാനിക്കരയിൽ നിന്ന് നാരായണിക്കുട്ടിയാണ് സംസാരിക്കുന്നത്. നേരത്തെ അത് ഫോൺ ശരിയായിരുന്നില്ല, അതുകൊണ്ടാണ് അത് കിട്ടാഞ്ഞത് എനിക്ക്. പാരായണം ചെയ്യാൻ വിളിച്ചിരുന്നു മനോജി. മനോജ് മനോജ് കുറെ നേരം എന്തൊക്കെയോ പറഞ്ഞതായിരുന്നു, അങ്ങ് കട്ടായി പോയി. കാണുന്നില്ലല്ലോ. പാരായണം ചെയ്യാൻ പറഞ്ഞിരുന്നതാണോ? എനിക്ക് കേക്കാവില്ല സാറേ. എനിക്ക് കേക്കാം. പത്തനംതിട്ട ജില്ലയുടെയാ. മനോജ് പറഞ്ഞിട്ടുള്ള ഏർപ്പാടാക്കിയിട്ടുള്ളതാണെങ്കിൽ ചെയ്താട്ടെ. അതെ അതെ അതെ. ഓക്കെ, തുടങ്ങിക്കോട്ടെ. അയോധ്യാകാന്ഡം തുടങ്ങിയാട്ടെ. ഓം നമോ ഗണപതയേ നമഃ. വിഘ്നമസ്തു
ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരിയോ താമകൾ കൺപുള്ളതത്തെ വരികടോ താമസശീലമകറ്റേണമാശു നീ. രാമദേവൻ ചരിതാമൃതമിനി ആമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കിനാൻ ചൊല്ലുവൻ പങ്കമെല്ലാം അകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ. പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൻ ഭാർഗവിയാകിയ ജാനകി തന്നുടെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടെ ദർഭം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട് അയോധ്യാപുരിപുക്ക താതനോടും നിരമാതുജനത്തോടും ദാതൃഹുതനാം ഗുരുവരൻ തന്നോടും രാധാക്കളോടും പടയോടും ഒന്നിച്ച് മേദിനി പുത്രിയാം ഭാമിനി തന്നോട് വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മകാരാജധാനിയകമ്പു വന്നിതു സൗഖ്യം ജഗത്തിനു. രാഘവൻ തന്നുടെ നാനാഗുണം കാൺകയാൽ രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ സുതഗണഭൂഷണഭൂഷിതൻ പിതൃപനദ്വയൻ മൃത്യുജ്ഞയൻ പരൻ ഭദ്രപ്രദൻ വ്രതപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനം രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്രകഥാമൃതം സാഗരം കൊടുത്തപ്പോൾ വിദ്രുതമതുല്യാധരിയായ ഗൗരിയാ മദ്രിതുതയുമാനന്ദ വിവശയായി പത്രുപാദപരമം ചെയ്തു സംഭൂ ഭക്തിയോടും പുനരേ മമരുൾ ചെയ്തും. നാരായണൻ നളിനായതലോചനൻ നാരീജന മനോമോഹനൻ രാമാധവൻ നാരദദേവൻ നളിനാസന പ്രിയൻ നാരകാരതി നളിന സരഗുരു നാഥൻ നരസഹം നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളീകരമ്യവദനൻ നരകാരി നാളീക ബാന്ധവ വംശസമുത്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമബലപ്രദൻ രാക്ഷസവംശ വിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമഭുക്തിമുക്തിപ്രദൻ ശക്തി വിമുക്തൻ വിമുക്തകൃതിസ്ഥിതൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ വ്യക്തനവ്യക്തനനന്ദനാമയൻ ശക്തഞ്ജരീശ്വരനായ ദശാസ്യനും മുക്തി കൊടുത്തവൻ തന്റെ ചരിത്രം നക്തം ദിനം ജീവിതാവധികൾക്കിലും തൃപ്തി വരാ മമ വേണ്ടിയില മുക്തി ധം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്യാ പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊൾ വന്നരുളി. നാരദ രാഘവ സംവാദം. എങ്കിലൊരു ദിനം ദാശരഥിരാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ
മംഗലദേവതാ കാമുകൻ രാഘവനങ്കജനാശനവന്നിതൻ കേശവൻ അങ്കജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗലകാത്രിയാം ജാനകി തന്നോടും നീലോൽപലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലദളലോല വിലോചനം നീലോപലാഭൻ നിരൂപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ഗാത്രനായി രത്നസിംഹാസനം തന്മേലനാകുലം രക്തദണ്ഡം പൂണ്ടവൻ ചാമരം കൊണ്ടും പത്നിയാൽ വീരിതനായതി കോമളൻ ബാലനിശാകരമാലദേശേലഹന്മാലേയ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാത്ക സന്നിഭ കൗസ്തുഭകന്ധരൻ പ്രാലേയ ഭാനുസമാനനയാ സമം ലീലയാ താമ്പൂലചർവാണത്വയിരനു വേലം വിനോദിച്ചിരുന്നരുളുന്നേരം ആലോകനാഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ ശരചന്ദ്രതുല്യ തേജസ്വം ശുദ്ധ സവടിക സംകാശരീനാൻ സത്വരമംബരത്തിങ്കൽ ആദരാൽ തത്രൈവ വേഗാലവതരിച്ചിടിനാൻ ശ്രീരാമദേവനു സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാച്ചു നമസ്കരിച്ചിടിനാൻ പാദ്യാസനാചമനിയാർഘ്യപൂർവകമാദ്യേന പൂജിതനായൊരു നാരദൻ തന്നിലോകത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ട് നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുകം കണ്ടുകൊള്ളുവാനതിദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനവകാശവും വന്നിടും ഉണ്ടരേ കോൽഭവാത്ര മഹാമുനെ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നുതപോനിധി എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരനോടരുൾ ചെയ്യുക വേണം ദയാനിധി എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പവനെല്ലാമേ ഇതമാകർണ്യം രഘുവരൻ തന്നോട് മുക്തഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സനാലാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തും എന്തിനിന്നെന്നെ മോഹിപ്പിപ്പന്നു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ മുറ്റങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതി ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെഴുന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായ സർവമാതാവായ മായ ഭഗവതി
സർവജകൽപിതാവാകിയ നിന്നോട് ദിവ്യകൃപയാകുന്നതു നിർണയം. ഈരേഴു ലോകവും നിന്റെ ഗ്രഹമപ്പോൾ ചേരും ഗ്രഹസ്ഥനാകുന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും. അർണോജ സംഭവനാദിഗുണാന്തമായി ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരി എന്നതും. ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താതിസ ഇതവർണഭേദം പൂണ്ടും സത്വരജസ്തമോ ഗുണത്രയയുക്തയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നു. സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം തയോക്തമതിനില്ല സംശയം. പുത്രമിത്രാത്ര കളത്ര വസ്തുക്കളിൽ സക്തനായുള്ള ഗ്രഹസ്ഥൻ മഹാമായേ ലോകത്രയ മഹാഗേഹത്തിനും ഭവാ ഏകനായൊരു ഗ്രഹസ്ഥനാകുന്നതും. നാരായണൻ നീരമാദേവി ജാനകി മാരാരിയും നീയുമാദേവി ജാനകി സാരസ സംഭനവനായതും നീതൻ ഭവ ഭാരതീദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജനകി ശീതകിരണം നീ രോഹിണി ജാനകി. യാധിവൻ നീ ചതി ജാനകി യാദവേസസ്തു നീ സ്വാഹാ മഹീസുതാം. അർക്കരൻ നീ ദണ്ഡനീതിയും ജാനകി രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി ചക്രദൂതൻ നീ സദാ ഗതി ജാനകി. രാജരാജൻ ഭവാൻ ചൽബൽക്കരി സീതാ രാജരാജൻ നീ വസുന്ധര ജാനകി. രാജപ്രവര കുമാര രഘുപതേ രാജീലോചന രാമാദയാനിധി. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സ്വദ്രുമം നീലതാരൂപിണി ജാനകി. വിസ്തരിച്ചേറെ പറഞ്ഞിടും സത്യപരാക്രമ സൽഗുണവരിധേ. യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യം സർവവുമേവ നീ. ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകി ദേവിയും. നിങ്ങളിരുവരുമെന്നിയെ മറ്റൊന്നു എങ്കുമേൻ കണ്ടീര കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളൊരു നീന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചു കൊള്ളൂ ജഗൽപതി. മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനമവ്യാകൃതമായതും. പിന്നെ അതിങ്കൽ നിന്നുണ്ടായി മഹത്വമെങ്കിൽ നിന്നുണ്ടായി സൂത്രവും. സർവാത്മകമായ ലിംഗം അതിങ്കൽ നിന്നുർവീവതേ പുനരുണ്ടായി ചമഞ്ഞതും. എന്നതഹങ്കാര ബുദ്ധി പഞ്ചപ്രാണ ഇന്ദ്രിജാല സംയുതമായൊന്നല്ലോ. ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും.
ചൊല്ലാവതല്ലാതനാദ്യ വിദ്യാഖ്യം ചൊല്ലുന്നു കാരണോപാധിയൊന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതു മൂലമാം ചിത്തിനുള്ളോരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതു അന്യൂന്യമാം പരൻ തൽയുക്തൻ വിഭോ തുത്യുക്തതൻ വിഭൂം സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനം പരൻ പരമാത്മാ രാജീവലോചനാകുന്ന നീയല്ലും. നിങ്ങൾ നിന്നുണ്ടായി വരുന്നത് ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങളത്രേ ജയിക്കുന്നതും കവേ നിൻ കളിയാകിയൊക്കെ കളിയാകുന്നതൊക്കെയോർത്തും വിധോ കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം. നാരായണ നരകാരേ നരാധിപം ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കും. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭയമൃത്യു ദുഃഖാദികൾ. തൽക്കഥാശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും പ്രമാൽ ഭക്തിയും ത്വൽപാദപങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിലുദിച്ചിടും. ഭക്തി മുഴുത്തൊതജ്ഞാനമുണ്ടാകയാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. ഭക്തഭൃത്യഭൃത്യന്മാരിലേഖനെന്നൽപജ്ഞനാവുമെന്നെയും കരുതേണമേ. മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കണമേ. ത്വന്നാഭിപങ്കജത്തിങ്കൾ നിന്നേകത മുന്നമുണ്ടായി ചതുമുഖൻ മൽപിത നിന്നുടെ പുത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം പിന്നെയും പിന്നെയും വേണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദ ബാഷ്പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ. ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ച ദശരഥപുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജനായൊരു ഭവാന ദശരഥൻ രാജരക്ഷാത്തമഭിഷേകമിക്ക ചെയ്യുമാറൊന്നൊരും വെട്ടിരിക്കുന്നതും നീയും ഇതിനനുകൂലനായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായി സത്യത്തെ രക്ഷിച്ചു കൊള്ളുക എന്നോട് സത്വരം ചെന്നു പറകന്നരുൾ ചെയ്തു സത്യസന്ധൻ. ഭവാനെങ്കിലും മനസേ മധ്യജന്മം കൊണ്ടു വിസ്തൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നതു കേട്ട ചെയ്തു രാഘവൻ. സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടായതു മൂലം കാലവിളംബനമെന്തിനെന്നല്ലീ
മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. ഫലൗക്ഷയം വരുന്നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കും. കാരണം മാത്രം പുരുഷപ്രയാസം ഒന്നോരും അറിയാതിരിക്കയുമല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ, നാളികലോചനൻ പാദങ്ങൾ തന്നാണേ. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ. എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടും യാതുധനാശയനാശം വരുത്തുവൻ. സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി ചിത്രപ്രമോദേന നാരദനം നേരം. രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു മുനീന്ദ്രനനുജയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാദരാൽ. നാരദ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും, അതിനില്ല സംശയം. ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി. ശ്രീരാമാഭിഷേകം വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്തു. വളരെ സന്തോഷം. അടുത്ത ആള് പാരായണം ചെയ്താൽ. നമസ്തേ, ഞാൻ ശകുന്തള സഹോദരൻ പാരായണം ആരംഭിക്കാം. ശ്രീരാമാഭിഷേകാരംഭം. എങ്കിലോ രാജാ ദശരഥനേകഥാ സങ്കലിതാനന്ദമമ്മാറിയിരിക്കുമ്പോൾ പങ്കജ സംഭവ പുത്രൻ വസിഷ്ഠനാം തൻകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർ കൊണ്ടകതാരിലാനന്ദമതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ വൃത്തി പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിൽ അതുൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. ഇപ്രജകൾക്കനുരാഗമവങ്കലുണ്ടെപ്പോഴും ഏറ്റമതോർത്തു കണ്ടിലയോ. വന്നീല മാതുലേനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ. പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാലവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടു മധു നിർണയം മാനസേ. എന്നാലതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ഭദ സംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോഴെ ചെന്നറിയിക്കണം. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടും അത്യുന്നതം. ഘോരമായുള്ള പെരുമ്പറനാദവും പൂരിക്കതിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമിളമയായി നാളീക നേത്രനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രരും അന്നേരം വന്ദിച്ചു ചൊന്നാർ വസിഷ്ഠനോടാദരാൽ.
എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ ചിത്തേ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠ മുനിയുമരുൾ ചെയ്തു. കേൾക്ക നാളെ പുലർകാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ 16 പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരാവത കുലജാതനാം നാൽക്കൊമ്പനാരാൽ ഭരേണമലങ്കരിച്ചങ്കണേ ദിവ്യനാനാതീർത്ഥവാരിപൂർണങ്ങളായി ദിവ്യരത്നങ്ങളാമൂർത്തി വിചിത്രമായി സ്വർണ കലശ സഹസ്രം മലയജ വർണ്ണങ്ങൾ കൊണ്ടുവായി കെട്ടിവച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മൂന്നിഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണി മാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും സൽകൃതന്മാരാം മുനീജനം വന്നിഹ നിൽക്ക കുശപാണികളായി സഭാന്തികെ നർത്തകിമാരോടു വാരവധൂജനം നർത്തക ഗായക വൈണിക വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണ മുർവീശരാങ്കണേ നിന്നു മനോഹരം ഹസ്തശ്വപത്തിരഥാദി മഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നിടണം. ദേവാലയങ്ങൾ തോറും ബലി പൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി. ഇത്തം സുമന്ത്രരെയും നിയോഗിച്ചതി സത്വരം തേരിൽ കരേറി വസിഷ്ഠനും ദാശരഥി ഗൃഹമെത്രയും ഭാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം. നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടു മതി ഭക്ത്യാ രഘൂത്തമൻ. പൊൽക്കലേശസ്ഥിത നിർമ്മല വാരിണ തൃക്കാൽ കഴുകിച്ചു പാദാബ്ജ തീർത്ഥവും ഉത്തമാംഗേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു. പുണ്യവാനായേനടിയേന ദീപകേളിന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു. നന്നെത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ടു ചൊല്ലുന്നതി ഇപ്പോൾ നൃപാത്മജാം. ത്വൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടിനാൻ. ത്വൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നതു നീയടോ. നന്നായറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതും ഇന്നടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു മോക്ഷതെന്നാനാ ജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിലിക്കാലമത്ര ജനിച്ചിതു നിശ്ചയം. ദേവകാര്യാർത്ഥ്യ സിദ്ധ്യർത്ഥം കരുണയാ രാവണേനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിനു മുക്തി സിദ്ധിപ്പാനും ഇത്തമവതരിച്ചിടിനാ ശ്രീപദേ. ദേവകാര്യാർത്ഥമതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ മനുഷ്യനായി ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാനാചാര്യനേഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗദ്ദിതാർത്ഥം വിപ്രഭോ. സാക്ഷാൽ ചരാചാര്യനല്ലോ ഭവാനോർക്കിൽ പിതൃണാം പിതാമഹനും ഭവാൻ. സർവേഷു ഗോചരനായ അന്തര്യാമിയായി ജഗദ്യന്ത്രവാഹകനായ നീ ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ മധ്യവേഷേണ ദശരഥ പുത്രനായി പൃഥ്വീതലേ യോഗമായയാ ജാതനാം. എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോടു ദാതാവു താനരുൾ ചെയ്കയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ. ഞാനും ഭവാനോടു സംബന്ധകാംക്ഷയാ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലോ. ഇന്നു സഫലമായി വന്നു മനോരഥമെന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇനിയും.
യോഗേശതേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായികമാം ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിലാശയം മായയാ മോഹിപ്പിയായികമേ. സ്വൽപ്രസംഗാൽ സർവമുക്തം ഇപ്പോളിത് അപ്രവക്തവ്യം മയാ രാമപുത്രജിൽ. രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ. ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുഴറി വന്നേനകം. വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ. വൈകാതെ വന്നീടുഷസ്സിനു നീ എന്നരുൾ ചെയ്തു ചെന്നുതേരിൽ കരേറി മുനി ശ്രേഷ്ഠനും. പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടും നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. താതേനെനിക്കഭിഷേകമിടമയായി മോദേന ചെയ്യൂമടുത്ത നാൾ നിർണയം. തത്ര നിമിത്ത മാത്രം ഞാനതിനൊരു കർത്താവു നീ രാജ്യഭോക്താവും നീ അത്രേ. വത്സ മമ തത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിനു കോപ്പിട്ടുകൊള്ളുകാശു നീ. മത്സമേനാകുന്നതും ഭവാൻ നിർണയം മത്സരിപ്പാനില്ലതിന്നു നമ്മോടാരും. ഇത്തരമോരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാലറിയിച്ചു സമസ്തവും. രാജീവ സംഭവാനന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ. കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരു പുമാൻ. സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായോരു മാല്യവും നൽകിനാൾ. കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചിതു ലക്ഷ്മിയെ. നാഥേ മഹാദേവി നീയേ തുണയെന്നു ചേതസീ ഭക്ത്യാ വണങ്ങി വാണിടിനാൾ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. നമസ്തേ ജയശങ്കര. ഇന്നത്തെ ഭാരതം ഭംഗിയായി ഇവിടെ പര്യവസാനിച്ചിരിക്കുകയാണ്. മനോജി ഇവിടെ ഉണ്ടോ? വളരെ ഭംഗിയായി ഭക്തി നിർഭരം പാരായണം ചെയ്ത് ഈ സന്ധ്യയെ ഭക്തി സാന്ദ്രമാക്കിയ പത്തനംതിട്ട ജില്ലയിലെ പാരായണം ചെയ്ത ചേച്ചിമാരോടുള്ള അഗൈതവമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതിനു വേണ്ട എല്ലാ സംഭാരങ്ങളും ഒരുക്കങ്ങളും നടത്തിയ പത്തനംതിട്ട ജില്ലാ കോർഡിനേറ്റർ മനോജിയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അടുത്തതായിട്ട് ഇതിന്റെ സാരാംശത്തെക്കുറിച്ച്, കഥയുടെ ഒരു സാരാംശത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. അയോധ്യാകാന്ഡത്തിന്റെ ആരംഭം മുതലാണ് ഇന്ന് പാരായണം ചെയ്തത്, 5ാമത്തെ ദിവസം. അങ്ങനെ കുട്ടികൾ ബാലന്മാർ എന്നുള്ള ഭാവത്തിൽ നിന്ന് കുമാരന്മാരായി മാറി വിശ്വാമിത്രനൊപ്പം പോയിട്ടൊക്കെ വന്നു. അങ്ങനെ അവരങ്ങനെ സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുന്ന കാലത്തില് ഒരു ദിവസം, ഇപ്പൊ ആദ്യം തുടങ്ങുന്നത് വീണ്ടും ഉമാ മഹേശ്വര സംവാദമായിട്ടാണ്. ഇനിയും എനിക്ക് ആ ചരിതം കേൾക്കണം എന്നുള്ള, രാമതത്വത്തെ കേൾക്കണം എന്നുള്ള ആ പാർവതീദേവിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് മഹേശ്വരൻ ആ ഭഗവാന്റെ കഥകള് വീണ്ടും തുടർന്ന് പറയുന്നതായിട്ടാണ് ആരംഭത്തിൽ പറയുന്നത്. നാരായണൻ നളിനായത ലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദ സേവ്യൻ നളിനാസന പ്രിയൻ നാരകാരാതി നളിന ശരഗുരു നാഥൻ നരസഹൻ നാനാ ജഗന്മയൻ നാനാ വിദ്യാത്മകൻ നാമസഹസ്രവാൻ. ഇങ്ങനെ ആ ഭഗവാന്റെ അവ്യക്തനും വ്യക്തനും ഒക്കെയായ ആ ഭഗവാന്റെ അവബോധ സ്വരൂപന്റെ ആ ചരിതം ഇനിയും ഇത്രയും കേട്ടിട്ടും ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാ
എന്ന് പാർവതീദേവി പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് സുന്ദരി കേട്ടുകൊള്ളുക എന്ന് മഹേശ്വരൻ പറഞ്ഞുകൊണ്ട് ആണ് വീണ്ടും നമ്മൾ കഥ തുടങ്ങുന്നത്. അങ്ങനെ ഒരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ എന്ന് തുടങ്ങുകയാണ്. നാരദ രാഘവ സംവാദമാണ്. ഒരു ദിവസം ശ്രീരാമസ്വാമിയും ജാനകി ദേവിയും കൊട്ടാരത്തിൽ അങ്ങനെ സുഖമായി ഇരിക്കുമ്പോ രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേൽ അനാകുലം, യാതൊരു ചിന്തകളും ബദ്ധപ്പാടുകളും ഇല്ലാതെ സന്തോഷമായിട്ട് അങ്ങനെ കഴിയുന്ന സമയത്ത് അവിടെ നാരദൻ എഴുന്നള്ളുകയാണ്. വരുമ്പോ തത്രൈവ വേഗാൽ അവതരിച്ചിടിനൻ. അപ്പൊ ശ്രീരാമദേവൻ സംഭ്രമം കൈക്കൊണ്ട് നാരദനെ കണ്ട് എഴുന്നേറ്റ് സാദരം നാരീമണിയായ ജാനകി തന്നോടും, ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ചു ചേർന്നാണ് തന്റെ വീട്ടിലേക്ക് ആഗതനായിരിക്കുന്ന അതിഥിയെ സ്വീകരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് മന്ദസ്മിതത്തോടുകൂടി ചെന്ന് സാദരം ആ മുനിയെ സ്വീകരിച്ചാനയിച്ച് അർഘ്യവാദ്യാദികളൊക്കെ ചെയ്ത് ആസമനാചമനീയ അർഘ്യപൂർവകം ആദ്യേന പൂജിതനാകിയ നാരദൻ, അങ്ങനെ നാരദനെ വേണ്ട വിധം പൂജിച്ച് സൽക്കരിച്ച് ആനയിച്ച് ആസനസ്ഥനാക്കിയതിനു ശേഷം ഭഗവാൻ ചോദിക്കുകയാണ്, വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാ വിഷയസംഘം പൂണ്ട് മേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്ക് ചിന്തിച്ചാൽ, ഞങ്ങള് ഈ സംസാരത്തിൽ മുനി നാരദ മഹർഷിയൊക്കെ ദേവലോകത്തു നിന്ന് വരുന്നതാണ്. ഇവിടെ സംസാരികളായിട്ട് ഈ ഭൂമിയില് ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഞങ്ങളെ കൊണ്ട് അങ്ങേക്ക് എന്താണ് ആവശ്യമെന്നുള്ളത്, ആഗമനോദ്ദേശം എന്താണെന്ന് തോന്നുന്നു. അപ്പൊ ഈ സംസാരി എന്നുള്ള വാക്ക് ഭഗവാൻ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള മറുപടിയായിട്ടാണ് പിന്നെ നാരദൻ പറയുന്നത്. അപ്പം നാരദൻ ഈ ഇവിടെ എത്തിയത് തന്നെ, രാമന്റെ കൊട്ടാരത്തിലേക്ക് എത്തിയത് തന്നെ വളരെ അനുഗ്രഹമായി, ഇങ്ങനെയുള്ള പുണ്യാത്മാക്കൾ എത്തുന്ന സ്ഥലം പുണ്യ തീർത്ഥമായി മാറും എന്ന് പറഞ്ഞ് ഇന്ന് വിശുദ്ധമായി വന്നു തപോനിധേ എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് എന്താണ് ആഗമനോദ്ദേശം എന്ന് ചോദിക്കുമ്പോ സംസാരിയായ ഞാൻ എന്താണ് അവിടത്തേക്കായിട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നത് കൊണ്ട് ആ രാഘവനോട് പറയുകയാണ്, എന്തിനിന്നെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായി അതിചാതുര്യമുള്ളൊരു വാക്കുകൾ ഏറ്റവും മാധുര്യമോട് ചൊല്ലിയിടുവതിങ്ങനെ. ഭഗവാൻ നമുക്കറിയാം, മഹാവിഷ്ണു ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കുമ്പോഴും ഒക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ വളരെ ചാതുര്യത്തോടു കൂടിയാണ്, കൗശലത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. സംസാരി എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ശരിയാണ്. ഈ സംസാരം ഈ 14 ലോകങ്ങൾക്ക് നാഥനായിട്ടുള്ളതാണ് ഭഗവാൻ. അങ്ങനെ ആകുമ്പോൾ ഭഗവാൻ സംസാരി തന്നെയാണ്, ഈ 14 ലോകത്തിന്റെയും ഗൃഹനാഥനാണ്. അപ്പം ജാനകി ദേവിയോ ഗൃഹനാഥയുമാണ്. അങ്ങനെ പറഞ്ഞാൽ അങ്ങ് സംസാരി തന്നെയാണ് എന്ന് പറയുന്നു. സർവ ജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവ ജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യ ഗൃഹിണിയാകുന്നത് നിർണയം. 120 ശ്ലോകം മുതൽ അങ്ങോട്ട് 210 വരെ ഭഗവാന്റെ ആ വർണ്ണന തന്നെയാണ് നടത്തുന്നത്. അങ്ങനെ ഭഗവാൻ, അതായത് രുദ്രൻ ഭഗവാനാണെങ്കിൽ ഉമ ഭഗവതിയാണ്. അങ്ങനെ യാതൊന്നു പുല്ലിംഗവാചകം എന്ന് പറയുകയാണ്. ഏതൊക്കെ ഈ ഭൂമി ഈ ലോകത്ത് പുല്ലിംഗ രൂപത്തിലുണ്ടോ അതൊക്കെ ഭഗവാനും, ഏതൊക്കെ സ്ത്രീലിംഗ രൂപത്തിലുണ്ടോ യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തൽ സർവവുമേവ നീ ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീദേവിയും രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി. അങ്ങനെ പറയുകയാണ് എല്ലാം. അർക്കജനീ ദണ്ഡനീതിയും ജാനകി, ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി. അങ്ങനെ ഏതൊക്കെ പുല്ലിംഗ രൂപത്തിൽ പുരുഷ രൂപത്തിലുണ്ടോ അതൊക്കെ ഭഗവാൻ തന്നെയാണ്. ഏതൊക്കെ സ്ത്രീലിംഗ രൂപത്തിലുണ്ടോ അതൊക്കെ മായാ ഭഗവതിയായ ലക്ഷ്മി ദേവി തന്നെയാണ്. പുരുഷനും മായയും തമ്മിൽ ഉള്ള
ആ രൂപത്തെ കുറിച്ചിട്ടാണ് സർവ്വലോകത്തിലും നാരദൻ ആരെയൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ അങ്ങനെ തന്നെയാണ് എന്നാണ്. ഭഗവത് സ്വരൂപങ്ങളായിട്ടാണ് പറയുന്നത്. അല്ലാതെ മറ്റൊന്നും ഈ ലോകത്ത് കാണാനില്ല. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ, സർവ്വലോകത്തിനും പിതാവായ ഭഗവാൻ സംസാരിയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് പറയുന്നത്. ഭഗവാന്റെ നാഭി പങ്കജത്തിൽ നിന്നാണ് എന്റെ പിതാവായ ചതുർമുഖൻ പോലും ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങയുടെ പൗത്രനാണല്ലോ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് നമസ്കരിക്കുകയാണ് നാരദ മഹർഷി. എന്നിട്ട് അങ്ങനെ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടേക്ക് വന്നതിന്റെ കാരണം ഞാൻ പറയാം എന്ന് പറഞ്ഞ് ദേവന്മാർ എന്നെ ഒരു നിയോഗം അയച്ച് ഒരു സന്ദേശവുമായിട്ട് എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. അതായത് ഭഗവാൻ ഇവിടെ വന്ന് ഭഗവാൻ മഹാവിഷ്ണു ഭൂമിയിൽ രാമനായി അവതരിക്കാനുണ്ടായ കാരണം എന്താണ്? മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായി എന്നതോ നിശ്ചയമെങ്കിലും നാളെ അങ്ങേ രാജാവ് ദശരഥൻ രാജാവായി അഭിഷേകം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ അങ്ങ് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? മർത്യനായി അവതരിച്ചതിന്റെ ഉദ്ദേശം രാവണാദി രാക്ഷസന്മാരെ കൊന്ന് ഭൂമിഭാരം തീർക്കുക എന്നുള്ളതാണല്ലോ. ഇത് സത്യത്തെ രക്ഷിച്ചുകൊള്ളുക എന്ന് എന്നോട് സത്വരം അവരെ ദേവന്മാര് പറഞ്ഞതനുസരിച്ചാണ് ഇവിടെ വന്ന് ഞാനിത് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് നാരദൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഭഗവാൻ പറയുന്നുണ്ട്, സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടാകായ അതുമൂലം ഞാൻ സത്യലംഘനം നടത്തുകയില്ല. എനിക്കറിയാം ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ സത്യത്തെ ഒരു കാലത്തും ലംഘിക്കയില്ല. അതോർത്ത് ഒരു വിഷാദവും ദേവന്മാർക്കും മഹർഷീശ്വരന്മാർക്കും ആർക്കും നാരദനും ഒന്നും ഉണ്ടാവേണ്ട. പക്ഷേ കാലതാമസം എന്താണ്? ഇത്രയും നാള് അവതരിച്ചിട്ട് ഇത്രയും നാളായല്ലോ. ഒരു ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസവും എല്ലാം കഴിഞ്ഞു, ശസ്ത്രാസ്ത്ര പ്രയോഗങ്ങളും എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇതും കൂടാതെ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം വനത്തിലൊക്കെ യാത്ര ചെയ്തു, ധാരാളം രാക്ഷസന്മാരെയൊക്കെ നിഗ്രഹിച്ചു. ആ വഴി പോയ വഴി താൻ പഠിച്ചതായ ആയുധ വിദ്യകളൊക്കെ പ്രയോഗിക്കാനുള്ള അവസരവും ഒക്കെ കിട്ടി. അങ്ങനെ പരശുരാമന്റെ തേജസ്സും വൈഷ്ണവ തേജസ് തന്നിലേക്കാക്കി. അതുപോലെ ധാരാളം ദിവ്യാസ്ത്രങ്ങളെ ഒക്കെ പഠിക്കാൻ വിശ്വാമിത്രനിന് പഠിക്കാൻ കഴിഞ്ഞു. ധാരാളം മുനിമാരെ സന്ദർശിക്കാനും അവരുടെയൊക്കെ പ്രാർത്ഥന ലഭിക്കാനും ഒക്കെ കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും ഇത്രയും നാളും എന്താ ചെയ്യാഞ്ഞത് എന്നൊരു സംശയം വേണ്ട. അതിന് കാരണം എന്താണ്? പ്രാരബ്ധ കർമ്മ ഫലൗഹക്ഷയം വരുന്നേരത്തൊഴിഞ്ഞു മാറ്റാവതെല്ലാർക്കുമേ കാലാവലോകനം കാര്യസാധ്യം തൃണാം. കാലമെത്താതെ ഒന്നും ആവത്തില്ല. നമ്മളൊരു വിത്ത് ഭൂമിയിൽ കുഴിച്ചിട്ടാൽ തന്നെ നാളെ അത് വളരത്തില്ല. അതെല്ലാത്തിനും ഒരു കാലം ഉണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്തെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഈ സമയം എപ്പോഴാണെന്ന് നമുക്കറിഞ്ഞുകൂടാ, പക്ഷെ അതിനൊക്കെ ഒരു കാലമുണ്ട്. ഓരോ കാലത്തിനനുസരിച്ചാണ് ഇപ്പൊ ഒരു കുഞ്ഞുണ്ടാകുന്നത് തന്നെ 10 മാസം കൊണ്ട് ഒരു കുഞ്ഞുണ്ടാകുന്നു. ഒരു വിത്ത് മുളയ്ക്കാൻ വെച്ചാല് അതിനൊരു കാലം അനുസരിച്ച് അത് മുളയ്ക്കത്തുള്ളൂ. മുളച്ചു കഴിഞ്ഞ് അതൊരു ചെടിയായി അതിൽ ഇലകളൊക്കെ ഉണ്ടായി വളർന്ന് വലുതായി ഫലങ്ങളും പൂക്കളും ഫലങ്ങളും ഒക്കെ ഉണ്ടാവുന്നതിന് ഒരു കാലമുണ്ട്. ആ കാലത്തിനനുസരിച്ചേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അപ്പൊ കാലാവലോകനം കാര്യസാധ്യം തൃണാം. നല്ല കാലം വരുന്നവരെ കാത്തിരിക്കുകയായിരുന്നു. നമുക്ക് നല്ല കാലം വരുന്നവരെ പ്രവൃത്തി ചെയ്യുന്നവർക്ക്. അല്ലാതെ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. വളരെ ക്ഷമയോടെ കാത്തിരുന്ന് അവസരം വരുമ്പോഴാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഇതിനർത്ഥം. നാളെ തന്നെ ഞാൻ വനത്തിന് പോകുന്നതുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷത്തോട് വാണിടാം. എന്നിട്ട് നിശാചര വംശത്തെയും രാവണൻ തന്നെയും കൊന്നു മുടിക്കാം എന്ന് ഇതിനെല്ലാം കാരണഭൂതയാക്കിക്കൊണ്ട് സീതയെ കാരണഭൂതയാക്കിക്കൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്തു കൊള്ളാം, യാതൊരു വിഷമവും വേണ്ട, ഇത് സത്യം തന്നെ എന്ന് പറഞ്ഞ് നാരദനെ സന്തോഷപൂർവം ശ്രീരാമസ്വാമി യാത്രയാക്കുകയാണ്. ഈ നാരദ രാഘവ സംവാദത്തെ നേരെ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്ന മർത്യൻ മുക്തി ലഭിക്കും. ഭക്തി കൈക്കൊണ്ട്, ഭക്തി ശ്രദ്ധ, ഈ 2 കാര്യങ്ങൾ നമുക്ക് ആധ്യാത്മിക ജീവിതത്തിൽ അത്യാവശ്യമാണ്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ നമ്മൾ ഉപയോഗിക്കുന്ന ശ്രദ്ധ എന്നുള്ള അർത്ഥമല്ല അതിന്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഈ ധർമ്മശാസ്ത്രങ്ങളിലും ഗുരുവിലുമുള്ള വിശ്വാസമാണ്.
ആര് പറഞ്ഞു തരുന്നോ അവരിലുള്ള ഒരു വിശ്വാസവും ഈ ഗുരുവാക്യങ്ങളിലുള്ള വിശ്വാസവും ശാസ്ത്രത്തിലുള്ള വിശ്വാസവും ഉണ്ടായിരിക്കണം. അതിനെ വെറുതെ ചോദ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ശ്രദ്ധ കിട്ടുന്നില്ല. ശ്രദ്ധയും ഭക്തിയും വേണം. ഈശ്വര വിചാരം, ഭക്തി എന്നാൽ ഭഗവാനോടുള്ള പ്രേമം, ആ സമർപ്പണം. അതോടുകൂടിയും ഈ നാരദരാഘവ സംവാദം കേൾക്കുന്നവർക്ക് മുക്തി ലഭിക്കും, അതിനില്ല സംശയം എന്നാണ് നാരദരാഘവ സംവാദത്തിൽ പറയുന്നത്. ഇനി ശ്രീരാമന്റെ അഭിഷേകത്തിനുള്ള ആരംഭമാണ്. അപ്പൊ ദശരഥന് ഇതൊക്കെ ഈശ്വരേച്ഛയാണ്. ദശരഥന് തോന്നുകയാണ്, ഞാൻ പ്രായമായി, ഇനി എന്റെ മകനായ ഏറ്റവും മൂത്ത മകനായ ശ്രീരാമനെ ലോകത്തെ ഈ കോസല രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം വളരെ പ്രിയങ്കരനുമാണ്, എല്ലാ കാര്യത്തിനും മിടുക്കനുമാണ്. എന്നാ പിന്നെ ആ ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു. അപ്പൊ ആ തീരുമാനം, മനസ്സിൽ തോന്നിയതായ, ഈശ്വരേച്ഛ കൊണ്ട് തോന്നിയതായ ആ തീരുമാനം തന്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ വിളിച്ച് പറയുകയും, നാളെ പൂയം നാളാണ്, നല്ല നാളാണ്, ഇതിനൊക്കെ നല്ല പറ്റിയ നാളാണല്ലോ, നാളെ തന്നെ നമുക്ക് യുവരാജാവായി ശ്രീരാമനെ അഭിഷേകം കഴിക്കാം, അതിനു വേണ്ട നിർദ്ദേശമൊക്കെ അങ്ങ് സുമന്ത്രർക്ക് കൊടുത്താട്ടെ എന്ന് പറയുന്നു. അപ്പം വസിഷ്ഠ മഹർഷി അത് സമ്മതിക്കുകയും അതുപോലെ ശ്രീരാമനെയും സീതയെയും ഇത് പറഞ്ഞേൽപ്പിക്കാനും ഈ വിവരം അറിയിക്കാനും വസിഷ്ഠ മഹർഷിയെ ദശരഥ മഹാരാജാവ് ഏർപ്പാടാക്കുന്നു. സുമന്ത്രരെ വിളിച്ചിട്ട് പറയുന്നു, വസിഷ്ഠ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് നാളെ പുലർകാലത്ത് ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ട് വസിഷ്ഠ നിർദ്ദേശമനുസരിച്ച് അതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം ഉടനടി നടത്തണമെന്ന്. അങ്ങനെ പ്രധാനമന്ത്രിയായ സുമന്ത്രര് വസിഷ്ഠ നിർദ്ദേശമനുസരിച്ച് അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്താനായിട്ട് പോകുന്നു. അപ്പോഴവിടെ പറയുന്നുണ്ട്, വന്നീല മാതുലനെ കാൺമതിൻ ഏറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ. ഭരതനും ശത്രുഘ്നനും സ്ഥലത്തില്ല, അയോധ്യയിലില്ല എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അവര് യുധാജിത്തിനെ കാണാനായിട്ട് കേകയ രാജ്യത്തേക്ക് നേരത്തെ പോയതാണ്. അവരിതുവരെ എത്തിയിട്ടില്ല. പക്ഷെ അവരെത്തുന്നത് വരെ കാത്തിരിക്കാൻ ഇവിടെ ദശരഥന് സമയം അനുവദിക്കുന്നില്ല. കാരണം എല്ലാം ഈശ്വരേച്ഛയാണ്. അങ്ങനെ അതിനുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന്, എന്തെന്ന് വേണ്ടുന്നത് എന്നുര ചെയ്താലും അന്തരമെന്യെ സംഭരിച്ചിടുവേൻ എന്ന് സുമന്ത്രർ എന്ന പ്രധാനമന്ത്രി കുലഗുരുവായ വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുന്നതും അതിന് എന്തെല്ലാം ഒരുക്കങ്ങളാണ് വേണ്ടതെന്ന് വസിഷ്ഠ മഹർഷി സുമന്ത്രർക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വസിഷ്ഠ മഹർഷി നേരെ ശ്രീരാമന്റെ രാജകൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ശ്രീരാമനും സീതയും കൂടി വസിഷ്ഠ മഹർഷിയെ ആദരപൂർവം സ്വീകരിച്ചാനയിച്ച് ഇരുത്തി അതിന് ശേഷം ആഗമനോദ്ദേശം തിരക്കുന്നു. ഇവിടെ ഗൃഹങ്ങളിലേക്ക് വരുന്ന അതിഥികളെ സ്വീകരിക്കേണ്ടതും ഗുരുക്കന്മാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും ഒക്കെ ഓരോരോ സന്ദർഭങ്ങളിലായിട്ട് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടെ വരുന്ന വസിഷ്ഠ മഹർഷി പറയുന്നുണ്ട്, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അത്ഭുത വിക്രമ ചൊന്നത് നീടു, നന്നായി അറിഞ്ഞിരിക്കുന്നത് നിന്നെ ഞാൻ എന്നാണ്. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതൻ നാനാ ജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലമത്ര ജനിച്ചത് നിശ്ചയം. കാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്ക് മുക്തി സിദ്ധിപ്പാനും ഈ അവതാരം നടത്തിയതാണെന്ന് എനിക്ക് അറിയാം. പക്ഷേ ഇവിടെ ഞാൻ ആചാര്യനും അങ്ങ് ശിഷ്യനുമാണല്ലോ. ഭൗമിയിൽ മനുഷ്യനായി അവതരിച്ചതുകൊണ്ട് വസിഷ്ഠ മഹർഷിയുടെ ശിഷ്യനാണല്ലോ ശ്രീരാമൻ. അതുകൊണ്ട് ദശരഥൻ ഏൽപ്പിച്ചതായ കാര്യം ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് നാളെ പുലർകാലത്ത് അങ്ങേ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ ദശരഥൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് ഇന്ന് ഉപവാസവും വ്രതവും എടുക്കണം. എന്നിട്ട് താഴെ ദർഭ വിരിച്ച് അതിൽമേൽ മാത്രമേ കിടക്കാവൂ. അതുപോലെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങള് ശ്രീരാമനെ പറഞ്ഞ് ധരിപ്പിക്കുന്നു. എന്ന് ധരിപ്പിച്ചതിന് ശേഷം വസിഷ്ഠ മഹർഷി തിരിച്ചു പോകുന്നു. ഇവിടെ നമ്മളൊരു ശുഭകർമ്മം ചെയ്യുമ്പോൾ
അതിനെ ഉപവാസം, വ്രതം, ബ്രഹ്മചര്യാനിഷ്ഠ ഒക്കെ അനുഷ്ഠിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെയും ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ദശരഥൻ ആളിനെ ദൂതനെ അയച്ച് കൗസല്യയോടും സുമിത്രയോടും വിവരം പറയുന്നതോടുകൂടി പറയുന്നു. അപ്പൊ കൗസല്യാദേവി മഹാലക്ഷ്മിയെ ചെന്ന് അപ്പ തന്നെ പ്രാർത്ഥിക്കുകയാണ്. നാഥേ മഹാദേവി നീയേ തുണയെന്ന് ചേതസി ഭക്തിയാ വണങ്ങി വാണിയിടിനാൾ. കാരണം കൗസല്യാദേവിക്ക് എന്തോ ഒരു സംശയം ഒരു പക്ഷേ മനസ്സിൽ ഉണ്ടായേക്കാം. എന്തായാലും കൗസല്യാദേവി ലക്ഷ്മി ഭഗവതിയെ എല്ലാം നന്നായി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതോടെ ഒന്നാമത്തെ ദിവസത്തെ പാരായണ ഭാഗം ഇവിടെ ഭഗവാന്റെ പാദമലരികളിൽ സമർപ്പിക്കുകയാണ്. ജയശങ്കര. അടുത്തതായിട്ട് നമുക്ക് ചോദ്യോത്തര പ്രശ്നോത്തരിയാണ്. നമുക്ക് പ്രശ്നോത്തരിയിലേക്ക് കടക്കാം. എല്ലാവരും റെഡിയല്ലേ? തീർച്ചയായും. എന്റെ പേര് നാരായണിക്കുട്ടി എന്നാണ്, ചോറ്റാനിക്കര എന്നാണ്. നേരത്തെ എനിക്ക് പറയാൻ പറ്റില്ല, ഫോണിൽ തകരാറ്, അതുകൊണ്ട് പറയാൻ പറ്റില്ല എനിക്ക്. കാര്യമില്ല, സന്തോഷം. നേരത്തെ കണ്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എല്ലാ ദിവസവും ഉണ്ട് ഈ സമയത്ത് നമുക്ക് ഈ രാമായണം. എല്ലാ ദിവസവും ഈ ലിങ്കിൽ തന്നെ കയറിയാട്ടെ. ശരി. വളരെ സന്തോഷം. നമുക്ക് തുടങ്ങാം. ഇന്നത്തെ പാരായണം ചെയ്ത ഭാഗത്ത് നിന്നാണ് നാരായണക്കുട്ടി ചേച്ചിയോടും കൂടെ ഭാഗത്ത് നിന്നാണ് നമ്മൾ ഓരോരോ ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ അതിനൊക്കെ എല്ലാവർക്കും ഉത്തരം അറിയാം, എല്ലാരും ഉത്തരം പറയുകയും ചെയ്യാം. അയോധ്യാകാന്ഡം തുടങ്ങുന്നത് ആര് തമ്മിലുള്ള പരമേശ്വരന്റെ പാർവതി ദേവി. വളരെ സന്തോഷം, ശരി ഉത്തരം. മഹേശ്വര സംവാദത്തോടു കൂടിയാണ് അയോധ്യാകാന്ഡവും തുടങ്ങുന്നത്. പറയാനുള്ള അവസരം കൂടി തന്നില്ല അല്ലേ? മുമ്പേ തന്നെ ഉത്തരം വരുന്നുണ്ട്. വളരെ സന്തോഷം. ശ്രീരാമന്റെ രാജകൊട്ടാരത്തിലേക്ക് ആഗതനാകുന്ന മഹർഷി ആരാണ്? നാരദൻ. അവിടെ നാരദ മഹർഷിയെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നാരദ മഹർഷി അത്രയും കാര്യങ്ങൾ പറയാൻ കാരണം. ഭഗവാനെ അത്രയും കാര്യങ്ങളായിട്ട് ഏതിനോടൊക്കെയോ ഉപമിക്കാൻ കാരണം. അതെ, വളരെ ശരിയാണ്. ആ സംസാരി എന്ന് ഭഗവാൻ തന്നെ വിശേഷിപ്പിച്ചപ്പോ നാരദന് മറുപടി കൊടുത്തത് എന്തായിട്ടാണ്? സംസാരി എന്ന് പറയാൻ കാരണം എന്താണെന്നാണ് പറഞ്ഞത്? വളരെ ശരിയാണ്, ഉത്തരം വളരെ ശരിയാണ്. സർവ്വ ജഗത്തിനും പിതാവാകിയ ഭഗവാൻ, അതെ, അതുകൊണ്ട് തന്നെ സംസാരിയാണ് എന്ന് പറയാം. അടുത്തതായിട്ട് നാരദരുടെ ആഗമനോദ്ദേശം എന്തായിരുന്നു? ഓർമ്മിപ്പിക്കാൻ. ശ്രീരാമന്റെ അവതാരോദ്ദേശം രാവണ നിഗ്രഹം. രാവണനെ കൊല്ലാൻ. ആരാണ് അവതാരോദ്ദേശത്തെ ശ്രീരാമനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി നാരദരെ ഇങ്ങോട്ട് അയച്ചേക്കുന്നത്? ബ്രഹ്മാവ്. ദേവഗണങ്ങൾ. അടുത്തത് ഇതിന് രാമൻ എന്താണ് മറുപടി പറയുന്നത്? ഞാൻ ആ വാക്ക് ഒരിക്കലും തെറ്റിക്കുകയില്ല. ഉത്തരമാണ്. പറ്റുമെങ്കിൽ നമുക്ക് ആ ഭഗവാൻ പറഞ്ഞ വാക്ക് സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഇങ്ങനെ പറഞ്ഞ ഒന്നുകൂടെ ഭംഗിയാ. പിന്നെ ദശരഥൻ പുത്രനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിക്കുന്ന വിവരം ആരോടാണ് പറയുന്നത്? സുമിത്ര മന്ത്രിയായ സുമിത്രയോട്. വസിഷ്ഠൻ സുമന്ത്രരോട് പറയും. ദശരഥ മഹാരാജാവ് സുമിത്രയോട് പറയും. ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം
ചെയ്യാം എന്ന് മനസ്സിൽ തീരുമാനിച്ച വിവരം ആദ്യം ആരോടാണ് പറയുന്നത്? സുമിത്രയുടെ പ്രഥമ മന്ത്രിയായ സുമിത്രയോട്. വസിഷ്ഠനോടാണ്. കുലഗുരുവായ വസിഷ്ഠനോടാണ് വസിഷ്ഠനോടാണ് പറയുന്നത്. അതിനു വേണ്ട നിർദ്ദേശങ്ങൾ ഇതിനു വേണ്ട എല്ലാ സംഭാരങ്ങളും ഒരുക്കങ്ങളും നടത്താൻ ആരെ ഏർപ്പാടാക്കാനാണ്? പ്രധാനമന്ത്രിയായ സുമന്ത്രരെ. ശ്രീരാമചന്ദ്രനെ ഈ വിവരം അറിയിക്കാൻ ആരാണ് പോകുന്നത്? ഇത്രേ ചെറിയൊരു ഭാഗമായിരുന്നു. ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. കുട്ടികളെല്ലാവരും ആൻസർ പറയാൻ മുമ്പിലുള്ളതുകൊണ്ട് ഞങ്ങൾ പ്രായമായവരും മാറി. ഞങ്ങൾക്കൊന്നും പറയാനുള്ള അവസരം തന്നില്ല അല്ലേ? പ്രായം വെറും നമ്പറുകൾ മാത്രമാണ്. പ്രായം കൂടി കൂടുതൽ ഉത്തരങ്ങൾ തരുന്നത്. ഞങ്ങൾക്കൊന്നും പറയാനുള്ള അവസരമേ തന്നില്ല. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ വസിഷ്ഠൻ പറഞ്ഞു ഞാൻ. സുരേഷ് വസിഷ്ഠൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെങ്കില് ആ ശബ്ദ കോലാഹലത്തിനിടയിൽ അത് കേൾക്കാനേ ഇല്ല. എല്ലാവരും പറഞ്ഞപ്പോ വസിഷ്ഠ മഹർഷി രാമനോട് എന്തൊക്കെ നിഷ്ഠ പാലിക്കണം എന്നാ പറഞ്ഞ ആ ചോദ്യം ചേച്ചി ചോദിച്ചില്ല. ഓ ശരി, ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാട്ടെ. ഗർഭം വിരിച്ച് കിടക്കണം, ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം, വ്രതം, ഉപവാസം, ബ്രഹ്മചര്യം, താഴെ ദർഭ വിരിച്ച് അതിൽ കിടക്കണം. ഈ 4 കാര്യങ്ങളാ പറയുന്നത്. ചോദ്യം കുറഞ്ഞു പോയെന്നാണ് സരസ്വതി അപ്പളുടെ ഇതല്ലേ പരിഭവം. അങ്ങനെയാണെങ്കിൽ സരസ്വതി അപ്പളോ ഒരു 2 ചോദ്യം ചോദിക്കട്ടെ? അതെ അതെ. ഇന്നത്തെ കഴിഞ്ഞ് തലയിരിക്കുമ്പോ വാലാടല്ലോ. ഇവിടെ തലയും മാലും ഒന്നുമില്ല, എല്ലാം ശരീരത്തിന്റെ ഭാഗങ്ങളാ. അല്ലേ ജ്യോതിഷി? അതെ 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 അതെ. എന്തായാലും വളരെ സന്തോഷം. രാമായണക്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 5ാം ദിവസത്തിൽ എത്തി നിൽക്കുന്നു. നാളെ എറണാകുളം ജില്ലാ ചാപ്റ്ററിന്റെയാണ് ഈ സമയത്ത് തന്നെയാണ് എറണാകുളം ജില്ലാ ചാപ്റ്ററിന്റെയും പാരായണം നടക്കുക. മനോജ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ. അപ്പൊ അവിടെ നെറ്റ്വർക്കിന്റെ എന്തോ പ്രശ്നമുണ്ട്, എയർടെല്ലിന്റെ ഇതായ പ്രശ്നമാണെന്ന് പറഞ്ഞു. അത് കാരണമാണ് അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് കട്ടായി പോയത്. അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്നിവിടെ പാരായണം ചെയ്ത ഒന്ന് സുമതി ചേച്ചിയും അതേപോലെ തന്നെ ശകുന്തള ചേച്ചിയും 2 പേർക്കും ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സ്നേഹാദരങ്ങൾ. ജയന്തിക എന്നല്ലേ ആ ചേച്ചിയുടെ പേര്? എന്തേ വായിച്ച ചേച്ചിയുടെ പേര് ജയന്തിക അല്ല, ജയന്തിക എനിക്ക് തോന്നുന്നത് മൊബൈലിൽ കയറി സുമതി എന്നാണെന്ന് തോന്നുന്നു ചേച്ചിയുടെ പേര്. പേരക്കുട്ടിയുടെ ഇതിനകത്തുനിന്ന് കയറിയതായിരിക്കും. ഒന്ന് ശകുന്തള സഹദേവൻ, ശകുന്തള ചേച്ചിക്കും അതേപോലെ തന്നെ സുമതി ചേച്ചിക്കും സ്നേഹാദരങ്ങൾ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ. തുടർന്നും നമ്മുടെ ഈ വേദിയെ അലങ്കരിക്കാൻ നിങ്ങളൊക്കെ എത്തുക, പാരായണം ചെയ്യാനൊക്കെ എത്തുക. ലിങ്ക് എല്ലാ ചാപ്റ്ററിലും ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും. താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ദിവസവും കയറാവുന്നതാണ്. ഒരു പരിപാടി, വളരെ സന്തോഷം. എല്ലാ ദിവസവും കയറി. തീർച്ചയായും വളരെ സന്തോഷം, കേട്ടതിൽ വളരെ സന്തോഷം. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ പാരായണം സമ്പൂർണ്ണമാവുകയാണ്. നാളെ ഇതേ സമയത്ത് നമുക്ക് എല്ലാവർക്കും കാണാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ജഗദീശ്വരന്റെ കാരുണ്യ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു. നമ്മുടെ ഇതിന്റെ ഇവിടെ നടക്കുന്ന പരിപാടികളിലെല്ലാം നമ്മുടെ യൂട്യൂബിൽ ലഭ്യമാണ്. കഴിഞ്ഞ പരിപാടി രാമായണക്കാറ്റിന്റെയും അതേപോലെ സുഹൃതം സംസ്കൃതം അതേപോലെ അഹം ബ്രഹ്മാസ്മി എല്ലാ പരിപാടികളും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്നുള്ള യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ്. മാധവേട്ടൻ എത്തിയിട്ടുണ്ട്, വേണമെങ്കിൽ 2 വാക്ക് പറയട്ടെ. മാധവേട്ടനുണ്ട്. മാധവേട്ടനും വാമനേട്ടനൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ കുറച്ച് പറഞ്ഞു. അല്ല, ഇവര് എന്നെ കാണണ്ടേ? എന്തേ ആരെന്തോ പറഞ്ഞല്ലോ? ഇല്ല, വോയിസ് ശരിക്കും കേൾക്കുന്നില്ല. ഞാന് സാറിനെ പരിചയപ്പെട്ട സാറിന്റെ പേര് പറഞ്ഞത് ഞാൻ പത്തനംതിട്ട ജില്ലയുടെ.
ഓഡിയോ പരിചയപ്പെടാമല്ലോ, പറഞ്ഞാട്ടെ ചേച്ചി. ഞാന് സാറിനെ പരിചയപ്പെട്ടില്ല, അതുകൊണ്ട് പറയുവാണ്. ഞാൻ പത്തനംതിട്ടയുടെ ജില്ലയുടെ വന്ന വായന. സുമതി ചേച്ചി എന്നല്ലേ പേര്? അതെ 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 അതെ. മനോജ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെ. വളരെ സന്തോഷം സാറിനെ കണ്ട്, സാറിനെ പരിചയപ്പെട്ടതിലും ഒരു സന്തോഷമുണ്ട്. തീർച്ചയായും തുടർന്ന് നമ്മുടെ ഈ വേദി അലങ്കരിക്കുവാനായി എത്തൂ. ആയിക്കോട്ടെ സാറേ. വളരെ സന്തോഷം, വളരെ സന്തോഷം. നമ്മുടെ മാധവേട്ടനെ എന്തായാലും ഇന്ന് പര്യവസാനിക്കുന്നു. മാധവേട്ടന്റെ 2 വാക്ക് നമുക്ക് കേൾക്കാം. ഞാന് തുടർച്ചയായിട്ട് വായിക്കുന്ന ഒരാളാണ്. തുടർച്ചയായിട്ട് തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഇവിടെ പാരായണം നടക്കുന്നു. 31 ദിവസമുണ്ട്. ഓരോ ചാപ്റ്ററുകളുടെ നേതൃത്വത്തിലാണ്. ഇന്ന് പത്തനംതിട്ടയാണ്, നാളെ എറണാകുളം, മറ്റന്നാൾ തൃശ്ശൂർ, അങ്ങനെ പോവുകയാണ്. 31ഓളം ചാപ്റ്ററുകൾ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഉണ്ട്. അപ്പൊ അവരുടെ നേതൃത്വത്തിലാണ് ഓരോ ദിവസവും. അപ്പൊ പാരായണം ചെയ്യാം. അതേപോലെ തന്നെ അതിന്റെ വ്യാഖ്യാനമുണ്ട്. പിന്നെ ലാസ്റ്റിലാണ് നമ്മുടെ പ്രശ്നോത്തരി. വളരെ ഗംഭീരമായി പോകുന്നുണ്ട്. ഭഗവാന്റെ കാരുണ്യം. മാധവേട്ട, അങ്ങേക്ക് സ്വാഗതം. 2 വാക്ക് സംസാരിക്കാനും മാധവേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. പൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. തുഞ്ചത്തെഴുത്തച്ഛന്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഇന്ന് 5ാം ദിവസം അല്ലെ, കർക്കിടകം 5 അപ്പോൾ അത് രാമായണക്കാറ്റ്, നേരത്തെ ദൃഷ്ടി പറഞ്ഞ പോലെ ആഞ്ഞടിക്കുന്നു എന്നുള്ളൊരു വാക്ക് തന്നെ ഉപയോഗിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഏതായാലും കൂടുതലൊന്നും ഈ സമയത്ത് പറയുന്നില്ല. രാമചന്ദ്ര മഹാപ്രഭു നമുക്കൊക്കെ ഒരു വലിയ ജീവിതം കാട്ടിത്തന്നു, വലിയൊരു പ്രസ്ഥാനം. അപ്പോ ഓരോ മനുഷ്യനോടും പറയുന്നത്, രാമായണം പറയുന്നത് ഒരു പ്രസ്ഥാനമാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളൊരു മഹാ പ്രസ്ഥാനം ആയി മാറിയിരിക്കുകയാണ് ആദിശങ്കര ഫൗണ്ടേഷൻ. അപ്പോൾ അതിന്റെ ഭാഗങ്ങളായിട്ടുള്ള നമ്മൾ പ്രസ്ഥാനങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഇനിയും കൂടുതൽ ആൾക്കാർ നമ്മുടെ ഈ രാമായണക്കാരിലേക്കും ഫൗണ്ടേഷന്റെ എല്ലാ പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ വന്നു ചേരട്ടെ എന്ന് മാത്രം ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. രാമ പാതാരവിന്ദങ്ങളിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നാരായണായേതി സമർപ്പയാമി. ജയശങ്കര. ജയശങ്കര. വളരെ സന്തോഷം മാധവേട്ട, അങ്ങയുടെ വാക്കുകൾക്ക്. എല്ലാവർക്കും സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നാളെ സന്ധിക്കും വരേക്കും നമസ്കാരം. ജയശങ്കര. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ലോകാ സമസ്ത സുഖനോ ഭവന്തു. ജയശങ്കര. ജയശങ്കര. ജയശങ്കര.